സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുക്കത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വേഗത്തിൽ ഒരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഇന്ന് സംസ്ഥാനത്ത് എത്തുകയാണ്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ എന്നിവരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികളും ഈ ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത. ഓർക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇത്തവണ SIR നടപ്പിലാക്കുന്ന ആദ്യഘട്ട സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലമായിരുന്നു കേരളം. ഏറെ വിവാദങ്ങളും ചർച്ചകൾക്കും ഒടുവിൽ SIRന് ശേഷം ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തുപോയവരുണ്ട്, പക്ഷേ ഇനിയും ചേർക്കാൻ അവസരമുണ്ട് എന്നതാണ്. അതായത് നോമിനേഷൻ ഡേറ്റ് വരെ ഇനിയും ചേർക്കാൻ അവസരമുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കും. ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരുക്കങ്ങളുമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ അവിടെ എത്തുക എന്നത് ആ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അവിടുത്തെ പരിശോധനകൾ നടത്തുകയാണ്. അതിനോട് രണ്ടാം ഘട്ടത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളും അടക്കം ഇവിടേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് ഇത്തവണ ഈ പരിശോധന നടക്കുമ്പോൾ ഒന്ന്, SIRൻ്റെ പുരോഗതിയിൽ ഇപ്പോഴുണ്ടായ അത് സംബന്ധിച്ച പരാതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്നും കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യമൊക്കെ അവർ ആക്ഷേപമായി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു വിവാദമായി ഇത് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും കമ്മീഷൻ ഇക്കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം കൂടി വിലയിരുത്തുന്നുണ്ട്. നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈ ഇലക്ഷൻ ഡ്യൂട്ടികൾക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അവരെ തയ്യാറെടുക്കുന്നതിന് വേണ്ടി അവരുടെ ട്രാൻസ്ഫറുകൾ നിയന്ത്രിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലുണ്ട്. അത് ഓരോ സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി നടക്കാറുണ്ട്. പോലീസ് മേധാവിയുമായി അത്തരം സാഹചര്യങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ഉദ്യോഗസ്ഥ വിന്യാസം, അതായത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥ വിന്യാസം എങ്ങനെ വേണം, അത് സംബന്ധിച്ചുള്ള ചീഫ് സെക്രട്ടറിക്കുള്ള നിർദ്ദേശങ്ങളും ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രതിനിധികൾ പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ ഈ സംസ്ഥാനത്തെ പ്രധാന വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച നടക്കുക? SIRൻ്റെ ഉയർന്നു വന്ന പരാതികൾ എങ്ങനെയാണ് ഇവർ പരിഗണിക്കുക? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിൽ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ടാണ് കൂടിക്കാഴ്ച നടക്കുക. വൈകിട്ട് പ്രധാനമായി സംസ്ഥാനത്തിൻ്റെ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്നും, അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കങ്ങൾ, ഇതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ചോദിച്ചറിയും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട് പതിവായി എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും നടത്താറുള്ള ഒരു അവലംബിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഏത് ഫോഴ്സിനെ ഏത് തരത്തിൽ എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം, പ്രശ്നബാധിത ബൂത്തുകൾ എത്രയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് തേടുന്നത് പതിവാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും അത്തരം വിശദാംശങ്ങൾ തേടും. 3 പേരിൽ നിന്നായിട്ടായിരിക്കും, അതായത് പ്രധാനമായി DGP, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി, ഇവരിൽ നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുക. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇന്നലെ അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 2.69 കോടി ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 9 ലക്ഷം പേരാണ് പുറത്തു പോയിരിക്കുന്നത്. ആ 9 ലക്ഷം പേരിൽ എത്ര പേർക്ക് ഇനി പട്ടികയിലേക്ക് വരാം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക, അവരുടെ തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനകൾ യഥാക്രമം പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെച്ച ആശങ്കകളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും അതിൽ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കാണാനുള്ള സാധ്യതയുണ്ടോ? അത്തരം ഒരു നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ? ഒപ്പം തന്നെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ പ്രതീക്ഷിച്ചതിലും അല്പം നീണ്ടുപോയേക്കുമെന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ടോ? ഡാൻ, അതായത് ഇതിൽ അവശേഷിച്ച ഒരേ ഒരു കാര്യം, ഈ SIRൻ്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങളാണ്. അത് ഏറെക്കുറെ പൂർത്തിയായാണ് ഇന്നലെ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടെയാണ്
2,69,00,000 പേരുടെ വിവരങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 9 ലക്ഷം പേരാണ് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ആ 9 ലക്ഷം പേരുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതായത് ചിലരെ ബോധപൂർവ്വം ഒഴിവാക്കിയതാണ്, മറ്റു ചിലരെ ബോധപൂർവ്വം തിരികെ കയറ്റിയതാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പല ഘട്ടങ്ങളായി നടന്ന ചർച്ചകളിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ പട്ടിക അവസാനമായി അന്തിമമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി അതിൽ കൃത്യമായ ഭേദഗതികൾ വരുത്തുക, അതിൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തുക. അങ്ങനെ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിക്കാനാകും. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് വരെ പേര് ചേർക്കാനുള്ള അവസരമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും അധികം വൈകില്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. മാർച്ച് 10-നകത്ത് ഒരുപക്ഷെ പട്ടിക തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അത്തരം ചില സൂചനകളാണ് സംസ്ഥാനത്തും സർക്കാർ തലങ്ങളിലൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ നടപടിക്രമങ്ങളടക്കം, അതായത് സഭാ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് സാധ്യത. നാളെ വീണ്ടും സഭ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ തലത്തിലും സജീവമായിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും വളരെ വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാവും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. കേരളത്തിലെ SIRന്റെ പുരോഗതിയും ഇതുപോലുള്ള സാഹചര്യങ്ങളും എന്തായാലും കമ്മീഷൻ അംഗങ്ങൾ പരിശോധിക്കപ്പെടും. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന നാളുകളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരക്കിട്ട ആലോചനകളിലേക്കും നീക്കങ്ങളിലേക്കും കടക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.